ഇന്ന് ചിക്കൻ ചാർക്കോൾ, നാളെ KFC, മറ്റന്നാൾ ചിക്കൻ ഫ്രൈ. ഇങ്ങനെ എല്ലാ ദിവസവും ചിക്കൻ കഴിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ പതിവ് ഒന്ന് മാറ്റിക്കോളൂ. പതിവായി ചിക്കൻ കഴിക്കുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും ആയുസ് കുറയ്ക്കുമെന്നാണ് ഏറ്റവും പുതിയ പഠനങ്ങൾ വ്യക്തമാക്കി. കഴിച്ചാൽ അർബുദത്തിന് കാരണമാകുമെന്നും മരണസാധ്യത കൂടുതലാണെന്നുമാണ് പുതിയ പഠന റിപ്പോർട്ട്. ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി പതിവായി ചിക്കൻ കഴിക്കുന്നത് ഒന്ന് ഒഴിവാക്കാം. എനിക്ക് 2-3 ആൾക്കാർ ഈ വീഡിയോ ഷെയർ ചെയ്തിരുന്നു. ഞാൻ ഒന്നത് ഫാറ്റ് പ്രോട്ടീനെ കുറിച്ച് പറയുന്നതല്ലേ. അപ്പോൾ ഒത്തിരി ആൾക്കാർ ഇന്ന് വീഡിയോ ചെയ്തിരുന്നത്, ചേട്ടാ ഈ ചിക്കൻ കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ മരിച്ചു പോകുന്നു ചോദിച്ചാൽ ഇത് കേട്ടിട്ട് എനിക്ക് ചിരിയാവുന്നു. നിങ്ങൾക്ക് കോമൺ സെൻസ് അല്ലേ? ഇത് ഒബ്സർവേഷണൽ സ്റ്റഡിയാണ്. ഒബ്സർവേഷണൽ സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എങ്ങനെ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റലിയിൽ 19 വർഷം മുമ്പ് കുറേ സ്ട്രീറ്റിൽ കുറേ ആൾക്കാർ എടുത്തിട്ട് അവർ റിസർച്ച് ചെയ്ത് ഇതുപോലത്തെ സ്റ്റഡി ചെയ്തു. അതും 40-45 വയസ്സിന് എബോ ഉള്ള ആൾക്കാരുമായിട്ടാണ് ഈ സ്റ്റഡി നടത്തിയത്. അപ്പോൾ ആൾക്കാരോട് ചോദിച്ചു, ചേട്ടാ നിങ്ങൾ 100 ഗ്രാമിന് മേലെ ചിക്കൻ കഴിക്കാറുണ്ടോ? ഒരു ഗ്രൂപ്പ് പറഞ്ഞു 100 ഗ്രാമിന് മേലെ ചിക്കൻ കഴിക്കാറുണ്ട്. അടുത്ത ആൾ പറഞ്ഞു 300 ഗ്രാമിന് എടുക്കുന്നുണ്ട്, 300 ഗ്രാമിന് മേലെ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതാണ് സ്റ്റഡി അറിയുന്നത്. അല്ലാതെ അത് കഴിഞ്ഞിട്ട് 19 വർഷം കഴിഞ്ഞ് 40-45 വയസ്സുള്ള ആൾക്കാരാണ്. 19 വർഷം കഴിഞ്ഞ് കുറേ ആൾക്കാർ മരിച്ചുപോയി. കുറേ ആൾക്കാർ മരിച്ചു. നേരെ ഷാപ്പാറിൽ പോയിട്ട് ഇവരൊക്കെ തോണ്ടിയെടുക്കാൻ ഇവിടുത്തെ ഡീറ്റെയിൽസ് എടുത്തിട്ട് നോക്കി ഇവരെങ്ങനെ മരിച്ചത്? കുറേ ആൾക്കാർ മരിച്ചത് ഈ ക്യാൻസർ വന്നിട്ടാണ്. അതിൽ 13 ആൾക്കാർ വേറെ രീതിയിൽ മരിച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ ആൾക്കാർ ക്യാൻസർ വന്ന് മരിച്ചു. അപ്പോൾ 300 ഗ്രാമിന് മേലുള്ള ചിക്കൻ എടുത്ത ആൾക്കാർ കുറേ ആൾക്കാർ ക്യാൻസർ മരിച്ചു. അതാണ് ഒബ്സർവേഷൻ സ്റ്റഡി എന്ന് പറഞ്ഞാൽ കോറിലേറ്റഡ്. ഇവർ വേറെ എന്തൊക്കെ എടുത്തുണ്ടെന്നൊന്നും നോക്കിയിട്ടില്ല. ഇവർ കാർബ്സ് എടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഒരു സ്മോക്ക് ചെയ്യുന്നുണ്ടോ ആൽക്കഹോളിക് ആണെന്നൊന്നും നോക്കിയില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തുമായിട്ട് മിക്സ് ചെയ്തു ഒബ്സർവേഷൻ സ്റ്റഡി. നിങ്ങൾക്ക് ചോറായിട്ട് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്മോക്കിംഗ് നോക്കാം, ആൽക്കഹോൾ. അതേപോലെ അവർ ചിക്കൻ ആയിട്ടാണ് എടുത്തത്. അത് കോറിലേറ്റഡ്. ഈ മരിച്ച ആൾക്കാരിൽ എത്ര ഗ്രാം മേലെ എടുത്ത് ഇതെങ്ങനെ എടുത്തതെന്നാണ് കോറിലേറ്റഡ് എന്ന് പറയുന്നത്. അതേസമയം ജീവിത രീതി, വ്യായാമമില്ലായ്മ, മറ്റ് ഭക്ഷണങ്ങളുടെ അളവ് എന്നിവ പരിഗണിക്കാതെയുള്ള ഫലമാണിതെന്ന് ഗവേഷകർ വ്യക്തമാക്കുന്നുണ്ട്. അല്ലാതെ ഇത് ലാബ് ടെസ്റ്റ് അല്ല. ലാബ് ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് അല്ല. ലാബ് ടെസ്റ്റ് ചെയ്തിട്ട് ചിക്കനിൽ ഒരിക്കലും ക്യാൻസർ വരില്ല എന്ന് ഇഷ്ടംപോലെ ടെസ്റ്റ് റിസൾട്ട് ഉണ്ട്. അതേപോലെ ക്ലിനിക്കലി പ്രൂവ്ഡ് അല്ല. ക്ലിനിക്കലി പ്രൂവ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു എലീനെ ഒരു കൂട്ടിൽ വളർത്തിയിട്ട് ഇങ്ങനെ 19 വർഷം നിങ്ങൾ ഈ ചിക്കൻ കഴിക്കും, 300 ഗ്രാം ചിക്കൻ കഴിക്കും, അപ്പുറത്തെ ഒരു 19 വർഷം കൂട്ടിലിട്ടിട്ട് 100 ഗ്രാം അങ്ങനെയല്ല. ഇത് 19 വർഷം മുമ്പ് ഒരു ദിവസം അവർ ജസ്റ്റ് ഒരു പേപ്പർ തയ്യാറാക്കി അവർ അഡ്രസ്സൊക്കെ ചെയ്തെടുത്ത് വിട്ട്, പിന്നെ 19 വർഷം കഴിഞ്ഞിട്ട് ആ മാർക്കറ്റിൽ ഇവർക്ക് എന്തോ കൊണ്ടുവരണം. അപ്പോൾ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യുന്ന ചിക്കനാണ്, അതിനടിച്ച് താഴ്ത്തണം. ഇതാണ് മാർക്കറ്റിൽ മെയിനായിട്ട് കണ്ടുവരുന്നത്. ഇതാണ് ഒബ്സർവേഷൻ. അപ്പോഴേക്ക് ഇവിടുത്തെ കുറേ ട്രെയിനർമാർ 300 ഗ്രാമിന് മേലെ വീക്കിലി എടുത്ത് കഴിഞ്ഞാൽ ചത്തു പോകും, മരിച്ചു എന്നൊക്കെ പറഞ്ഞ ഒത്തിരി വീഡിയോസ് ഉണ്ട്. നിങ്ങൾ ചിന്തിച്ചിട്ട് ഒരു വീഡിയോ ചെയ്ത് ദയവ് ചെയ്തിട്ട്. ആകപ്പാട് നമ്മുടെ നാട്ടിൽ ഇന്ത്യ എന്ന് പറയുന്ന പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയായിട്ട് കാണുന്ന ഒരു സാധനമാണ്. ഈ ആൽക്കഹോളോ സ്മോക്കിങ്ങിനെക്കാട്ടി ഡേഞ്ചറസ് ആണ് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നത്, അല്ലെങ്കിൽ പ്രോട്ടീൻ പൗഡർ കഴിക്കുന്നത്. ആ സ്ഥലത്താണ് നിങ്ങൾ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഇങ്ങനത്തെ വീഡിയോ ചെയ്യാതിരിക്കും. അറിയില്ലെങ്കിൽ മിണ്ടാതിരിക്കുക. അത് ഒബ്സർവേഷൻ എല്ലാം കുറേ സ്റ്റഡി എടുത്തുകൊണ്ട് നിങ്ങൾ എഗ്ഗിന് യോക്ക് കഴിക്കരുത്, 2 ഗുളിക കഴിക്കരുത്, നിങ്ങൾ റെഡ് മീറ്റ് കഴിച്ച് കഴിഞ്ഞാൽ ക്യാൻസർ വരും. ഇതേപോലത്തെ ഒരു സ്റ്റഡിയാണ് ഇത്.